കൊടുക്കുന്നതല്ല. എന്റെ ഭാര്യാപിതാവിന്റെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പിതാവ് പറയുന്നതല്ല, അള്ളാഹു നിശ്ചയിച്ചതുപോലെ നിനക്ക് ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്തു തരികയാ. ഈ വാക്കിന്റെ വിലയും ഇതിന്റെ അർത്ഥവും നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് പഠിക്കണേ. ആ വാപ്പ പറയുന്നത്, എന്റെ മകള് നിന്റെ ഭാര്യയായിട്ട് വരുമ്പോ അവൾ ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. നിനക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവം എന്റെ മകൾക്കുണ്ടെങ്കിൽ അത് നീ പൊരുത്തപ്പെടണേ, അത് നീ മറച്ചു വെക്കണേ, അവളെ ഉപദേശിച്ച് ശരിയാക്കണേ. അതല്ല നിനക്കവരുടെ സ്വഭാവം ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പോരേൽപ്പിക്കാറ് എന്റെ പൊന്നുമോളെ തന്നതുപോലെ ഇങ്ങ് തിരിച്ചു തന്നേക്കണേ. അവളെ മർദ്ദിക്കരുത്, അവളെ അടിക്കരുത്. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, അവളോട് ഇഷ്ടമില്ലെങ്കിൽ അവളെ കുറിച്ച് അപമാനം പറയരുത്, അവളുടെ മാനത്തിന് വില പറയരുത്, അന്യപുരുഷനെ ചേർത്ത് അവളെ പറയരുത്. നിനക്ക് പൊറുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിപ്പോ ഏൽപ്പിച്ചതുപോലൊരു പോറിലാണ് അവളിലേക്ക് തിരിച്ചേൽപ്പിക്കണം. അവളെനിക്കൊരു അധിക ബാധ്യതയാവില്ല എന്നാ പിതാവ് പറഞ്ഞപ്പോ തൊട്ടടുത്ത നിമിഷം കപിൽ തൂമിന്റെ നിക്കാഹ നിങ്ങളീ പറഞ്ഞ ഉടമ്പടിയെ ഞാനിതാ സ്വീകരിച്ചിരുന്നെന്ന് അവിടെ ഇരിക്കുന്ന ആളുകളെ സാക്ഷി നിർത്തി, അള്ളാനെ സാക്ഷി നിർത്തി, മുത്തുനബിയുടെ പേരിനെ സാക്ഷി നിർത്തി. ഒരുടമ്പടി എടുത്തിട്ടല്ലേ നിന്റെ പെണ്ണിനെ നീ കല്യാണം കഴിച്ചത്. ഒരു ബലിത്തമായ ഉടമ്പടിയുടെ പേര് പൊന്നുമാനെ നിന്നെ ഏൽപ്പിച്ച ഭാര്യയാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നത്. നിന്റെ ജീവിതത്തിന്റെ നന്മകളിൽ അവളെ പങ്കാളിയാണെങ്കിൽ നിന്റെ ഭാര്യാപിതാവിനോട് നിനക്ക് സ്നേഹമുണ്ടാകണേ. മുത്തുനബി പറഞ്ഞു, ആയിഷ